മാർക്സിലേക്ക് സ്വാഗതം. ഞാൻ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് 2 വ്യത്യസ്ത വേഗതകൾ ഒരേ ദൂരം സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാൻ ആദ്യത്തെ വേഗത S1ഉം രണ്ടാമത്തെ വേഗത S2 ആയാൽ ശരാശരി വേഗത കാണാൻ ഒരു ഫോർമുല ഉണ്ട്. 2S1 S2 S1 + S2. അതായത് ഇപ്പോൾ Pന്ന് Qയിലോട്ട് അല്ലെ Aന്ന് Bയിലോട്ടും തിരിച്ച് Qന്ന് Pയിലോട്ട് Aന്ന് Bയിലോട്ടും അല്ലെങ്കിൽ Bന്ന് Aയിലോട്ടും അങ്ങനെ വരാം. Bന്ന് Aയിലോട്ടും Qന്ന് Pയിലോട്ടും Pന്ന് Qയിലോട്ട് 60 km/h, Qന്ന് Pയിലോട്ട് 50 km/h. അങ്ങനെ വ്യത്യസ്ത വേഗതയും ഒരേ ദൂരവും. Pന്ന് Qയിലോട്ടുള്ള ദൂരം തന്നെ അതല്ല Qന്ന് Pയിലോട്ട്. അതുപോലെ Aന്ന് Bയിലോട്ട്, Bന്ന് തിരിച്ച് Aയിലോട്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാൽ ദൂരം ഒന്ന് തന്നെ, ഒന്ന് 2 സ്പീഡ് വരാം. അപ്പോൾ S1 S2 എന്ന് 2 സ്പീഡുകൾ. ഇപ്പോൾ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് സൈക്കിളിലാണ് പോകുന്നത് 50 km/h, തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് 40 km/h ആയാൽ അതിൻ്റെ ശരാശരി വേഗത ചോദിച്ചാൽ 2S1 S2 S1 + S2. ആദ്യത്തെ സ്പീഡ് S1, രണ്ടാമത്തെ സ്പീഡ് S2. വ്യത്യസ്ത വേഗതകളും ഒരേ ദൂരവും ആയാൽ, അല്ലെങ്കിൽ ഒരാൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും തിരിച്ച് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും രാവിലെ പോകുന്ന വേഗത ആയിരിക്കത്തില്ല വൈകിട്ട് തിരിച്ചു വരുമ്പോൾ. അപ്പം അങ്ങനെ വ്യത്യസ്ത സ്പീഡുകളും ഒരേ ദൂരവും ആയാൽ വേഗത സ്പീഡ് S1ഉം S2 ഇങ്ങനെ ആയാൽ 2S1 S2 S1 + S2 ശരാശരി വേഗത കാണാനൊരു ഫോർമുല ഉണ്ട്. ഒരാൾ Pയിൽ നിന്നും Qയിലേക്ക് 60 km/h ശരാശരി വേഗതയിൽ കാറിൽ സഞ്ചരിക്കുന്നു. ശരാശരി 90 km/h വേഗതയിൽ Pയിലേക്ക് തിരിച്ചു മടങ്ങുന്നു. Pന്ന് Qയിലേക്കും Qന്ന് Pയിലേക്കും. അപ്പോൾ ദൂരം രണ്ടും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ യാത്രയുടെ ശരാശരി വേഗത എത്ര? അതായത് 2S1 S2 S1 + S2. ഒരേ ദൂരവും വ്യത്യസ്ത സ്പീഡും ആണെങ്കിൽ ഈ ഫോർമുല വെച്ച് ചെയ്യാം. ഇത് Pന്ന് Qയിലേക്കും Qന്ന് Pയിലേക്കും ഒരേ ദൂരമാണ്, വേഗത രണ്ടും വ്യത്യസ്തമാണ്. S1 S2 എന്ന് പറയാൻ 2 × 60 × 90 S1 + S2. 60 + 90, അതായത് 2 × 60 × 90 150. ഞാൻ 5 വെച്ച് കട്ട് ചെയ്യാം. 5 3 15 5 12 9 72 കിട്ടും. 72 km/h ആണ് ശരാശരി വേഗത. ഓപ്ഷൻ ബി ആണ്. 72 km/h. അതായത് Pന്ന് Qയിലേക്കും Qന്ന് Pയിലേക്കും ഒരേ ദൂരമാണ്, വ്യത്യസ്ത വേഗതകളുമാണ്. വേഗത Pന്ന് Qയിലേക്ക് പോകാൻ 60 km/h വേഗതയും തിരിച്ച് Pയിലേക്ക് വരാൻ 90 km/h വേഗതയിലാണെങ്കിൽ ശരാശരി വേഗത കാണാൻ 2 സ്പീഡും കൂടെ 2S1 S2 S1 + S2. അതായത് 2 × 60 × 90 60 + 90 72 km/h. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഒരാൾക്ക് 1 സെക്കൻഡിൽ 12 മീറ്റർ പിന്നിടാൻ കഴിയുമെങ്കിൽ 3 മണിക്കൂറും 45 മിനിറ്റും കൊണ്ട് എത്ര കിലോമീറ്റർ പിന്നിടാനാകുന്ന ചോദ്യം. 1 മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. 1 മണിക്കൂർ 60 മിനിറ്റ്. 60 മിനിറ്റ് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 × 60 3600 സെക്കൻഡാണ് 1 മണിക്കൂർ. ഇവിടെ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3 × 3600 10800 സെക്കൻഡിലാക്കണം. മൊത്തം സെക്കൻഡിലാണ് ചോദ്യം. 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 45 മിനിറ്റ് 45 × 60 2700 സെക്കൻഡ്. അപ്പോൾ 3 മണിക്കൂർ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടണം. 3 മണിക്കൂറിൽ 10800 സെക്കൻഡും 45 മിനിറ്റിൽ 2700 സെക്കൻഡും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 13500 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം തന്നിട്ടുണ്ട് 12 മീറ്റർ. അപ്പം അങ്ങനെയാണെങ്കിൽ 13500 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ആകെയുള്ള സമയമാണ് 13500. 1 സെക്കൻഡിൽ 12 മീറ്റർ ആണ്. 13500 സെക്കൻഡിൽ 13500 × 12 1,62,000 മീറ്ററാണ്. നമുക്ക് ഓപ്ഷൻ കിലോമീറ്ററിലാണ്, അതുകൊണ്ട് 1000 വെച്ച് ഹരിക്കുക. 3 0 കട്ടായി 362 കിലോമീറ്റർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരാൾ 1 സെക്കൻഡിൽ 12 മീറ്റർ പിന്നിടുന്നു. 3 മണിക്കൂറും 45 മിനിറ്റും കൊണ്ട് എത്ര കിലോമീറ്റർ പിന്നിടും?
ഒരു മണിക്കൂർ എന്ന് പറയാൻ 3600 സെക്കൻഡ്. ഒരു മണിക്കൂർ 60 മിനിറ്റ്, 60 മിനിറ്റ് 1 സെക്കൻഡ്, 60 ഗുണം 60 3600 സെക്കൻഡ്. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 ഗുണം 3600, അതായത് 10800 സെക്കൻഡ്. ഒരു മണിക്കൂർ 3600 സെക്കൻഡാണ്. 3 മണിക്കൂർ 3 ഗുണം 3600 10800 സെക്കൻഡ്. 45 മിനിറ്റ് എന്ന് പറയാൻ 45 ഗുണം 60, 1 മിനിറ്റ് 60 സെക്കൻഡ്. 45 മിനിറ്റ് എന്ന് പറയാൻ 45 ഗുണം 60 2700 സെക്കൻഡ്, അത് 3500 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം 12 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 13500 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം കാണാൻ 13500 ഗുണം 12, അതായത് 1,62,000 മീറ്ററാണ്. ഇവിടെ കിലോമീറ്ററിലാണ് ഓപ്ഷൻ ചോദിച്ചേക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് 1000 വെച്ച് ഹരിക്കും 162, 30 കട്ടായിപ്പോവും, കിലോമീറ്റർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരാൾ 2 മണിക്കൂർ ബസ്സിലും 3 മണിക്കൂർ ട്രെയിനിലും യാത്ര ചെയ്യുന്നു. ബസ്സിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററും ട്രെയിനിൻ്റെ മണിക്കൂറിൽ 70 കിലോമീറ്ററും ആയിരുന്നെങ്കിൽ അയാളുടെ യാത്രയുടെ ശരാശരി വേഗത എത്ര? 2 രീതിയിലാണ് അയാൾ സഞ്ചരിക്കുന്നത്. ബസ്സിൽ സഞ്ചരിക്കുന്നു, ട്രെയിനിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ബസ്സിൽ സഞ്ചരിച്ച ദൂരം, അപ്പോൾ ആ ശരാശരി വേഗത കാണാൻ ഇയാൾ ആകെ സഞ്ചരിച്ച ദൂരം, ബസ്സിലുള്ളതും ട്രെയിനിലുള്ളതും ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആകെ സഞ്ചരിച്ച സമയമാണ്. ദൂരം ബൈ സമയമാണ് വേഗത. ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ആകെ 2 ദൂരം വരുന്നുണ്ട് ഇവിടെ, 2 ഇത് വരുന്നുണ്ട്. ബസ്സിൽ സഞ്ചരിച്ച ദൂരമുണ്ട്, ട്രെയിനിൽ സഞ്ചരിച്ച ദൂരമുണ്ട്. ബസ്സിൽ സഞ്ചരിച്ച ദൂരം D1 ആണെന്നിരിക്കട്ടെ, ട്രെയിനിൽ സഞ്ചരിച്ച ദൂരം D2. ആദ്യത്തെ സമയം T1, രണ്ടാമത്തെ സമയം T2. ആദ്യത്തെ സമയം എത്ര? 2 മണിക്കൂർ. T1 എന്ന് പറയുന്നത് 2. രണ്ടാമത്തെ സമയം എത്ര? 3 മണിക്കൂർ. ഇനി D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. ദൂരം കാണാൻ വേഗതയും സമയവും കൂടെ ഗുണിച്ചാൽ മതി. അതായത് D1 എന്ന് പറയുന്നത് എന്ത് വരും? D1 എന്ന് പറയുന്നത് 40 ഗുണം 2, അതായത് 80 വരും. 40 ഗുണം 2. ആദ്യത്തെ ബസ്സിൻ്റെ ദൂരം കാണാൻ, ബസ് എത്ര ദൂരം സഞ്ചരിച്ചെന്ന് അറിയാൻ D1 സമം 40 കിലോമീറ്ററാണ്. എത്ര മണിക്കൂർ കൊണ്ട്? 2 മണിക്കൂർ കൊണ്ട്, അതായത് 80 കിലോമീറ്റർ വരും. രണ്ടാമത്തെ ട്രെയിനിൽ സഞ്ചരിച്ച ദൂരം കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം. ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 70 ഗുണം 3, അതായത് 210 കിലോമീറ്റർ വരും. അപ്പോൾ ഇത് ശരാശരി വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ സഞ്ചരിച്ച ദൂരം, അതായത് ബസ്സിൽ സഞ്ചരിച്ച ദൂരം 80 പ്ലസ് ട്രെയിനിൽ സഞ്ചരിച്ച ദൂരം 210 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3. 58. ശരാശരി വേഗത 58 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരിക്കൽ കൂടി പറയാം. ഇവിടെ സ്പീഡെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ബസ്സിൽ യാത്ര ചെയ്തു, ട്രെയിനിൽ യാത്ര ചെയ്തു. ബസ്സിൽ യാത്ര ചെയ്ത 2 മണിക്കൂർ, ട്രെയിനിൽ യാത്ര ചെയ്തത് 3 മണിക്കൂർ. ദൂരം കാണാൻ സ്പീഡും ടൈമും കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത ദൂരം എന്ന് പറയുന്നത് D1 ആണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ് ബസ്സിൽ യാത്ര ചെയ്തത്? 40, അതായത് 40 ഗുണം 2 മണിക്കൂർ, അതായത് 80 കിലോമീറ്റർ D1. രണ്ടാമത്തെ ദൂരം ട്രെയിനിൽ യാത്ര ചെയ്ത എത്രയാണ്? സ്പീഡ് ഇൻറ്റു ടൈം. ട്രെയിനിലെ സ്പീഡ് എത്രയാണ്? 70. എത്ര മണിക്കൂർ? 3 മണിക്കൂർ, അതായത് 210 കിലോമീറ്റർ. ആകെ സഞ്ചരിച്ച ദൂരം, അതായത് ബസ്സിലുള്ളത് 80 കിലോമീറ്റർ, ട്രെയിനിലുള്ളത് 210 ഡിവൈഡഡ് ബൈ ആകെ സഞ്ചരിച്ച സമയം 2 മണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂർ, 290/5, അതായത് 58 വരും. 58 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2 തീവണ്ടികൾ എതിർദിശയിൽ സഞ്ചരിക്കുമ്പോൾ അവ പരസ്പരം മറികടക്കാനെടുക്കുന്ന സമയം ഒരു ഷോർട്ട് കട്ട് ഫോമിലാണ്. L1, L2 എന്നിവ തീവണ്ടികളുടെ നീളങ്ങളും S1, S2 എന്ന് പറയാൻ അവയുടെ സ്പീഡുകളുമായാൽ പരസ്പരം മറികടക്കാനെടുക്കുന്ന സമയം സാധാരണ ചോദിക്കുന്നതാണ്. L1 + L2 / S1 + S2. L1 + L2 / S1 + S2. L1, L2 എന്ന് പറയുന്ന തീവണ്ടിയുടെ നീളങ്ങൾ, S1, S2 എന്ന് പറയുന്ന തീവണ്ടിയുടെ വേഗത ആയാൽ പരസ്പരം മറികടക്കാനുള്ള സമയം ഷോർട്ട് കട്ടാണ് L1 + L2 / S1 + S2. ഇത് ഓർത്തിരിക്കുക. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 12 സെക്കൻഡിനുള്ളിൽ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ സമയം എടുക്കുന്നു. അങ്ങനെ കടന്നു പോകുന്നു എന്ന് പറയുന്നത്. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 12 സെക്കൻഡിനുള്ളിൽ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം
ഇതിലൂടെ കടന്നു പോകുന്നു. 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദ്യം. ആദ്യം നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക. സ്പീഡ് കാണണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് എന്താണെന്ന്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ദൂരവും പ്ലാറ്റ്ഫോമിൻ്റെ ദൂരവും കൂടെ കൂട്ടണം. 200 മീറ്റർ ട്രെയിനിൻ്റെ ദൂരം, 320 മീറ്റർ പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 520 മീറ്റർ. ടൈം വന്നിട്ടുണ്ട് 13 സെക്കൻഡ്. അപ്പോൾ സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം 520 മീറ്റർ ബൈ 13 സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് കിട്ടി നമുക്ക് 40. ഇവിടെ ടൈമാണ് ചോദിച്ചേക്കുന്നത്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനിയുള്ള ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? എത്രയാണ് പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം? 160 മീറ്റർ പ്ലസ് 200 മീറ്റർ, അതായത് 360 മീറ്റർ. ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി? 360നെ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിച്ചാൽ മതി, അതായത് 9 സെക്കൻഡ് കിട്ടും. അല്ല മീറ്റർ സെക്കൻഡും ഒക്കെ ആയതുകൊണ്ട് ടൈം സെക്കൻഡ്, 9 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ ആദ്യം ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുന്നു. ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ ദൂരവും കൂടെ കൂട്ടി 520, 200, 320. ടൈം 13 സെക്കൻഡ് തന്നിട്ടുണ്ട്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 520, 13 സെക്കൻഡ് ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈം 520 ബൈ 13, 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സ്പീഡ് 40. ഇവിടെ 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കിടക്കാൻ എത്ര സമയം എടുക്കും? അതായത് 160 മീറ്ററും 200 മീറ്ററും ട്രെയിനിൻ്റെ ദൂരവും കൂടെ കൂട്ടുന്നു. അപ്പോൾ 360 കിട്ടും. ടൈം കിട്ടാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡി ബൈ എസ്. അതായത് 360 ആകെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് നമുക്ക് 40 എന്നുണ്ട്, അതായത് 9 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.